ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നിയമജ്ഞരിൽ ഒരുവൻ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, എല്ലാറ്റിലും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? കാലഗതിയെപ്പറ്റി എഴുത്തുകാരൻ ആശ്ചര്യപ്പെട്ടിരുന്നില്ല. ദൈവം നൽകിയ ആദ്യത്തെ കൽപ്പന എന്തായിരുന്നു എന്ന് അവൻ ചോദിച്ചില്ല. മറിച്ച് മുൻഗണനാ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ദൈവം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കൽപ്പന എന്താണ് എന്ന് അവൻ ചോദിക്കുകയായിരുന്നു. ഇസ്രായേൽ കുടുംബത്തിലെ അംഗങ്ങളുടെയും പിന്നീട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും പ്രധാന കടമ അറിയാൻ അവൻ ആഗ്രഹിച്ചു. പഴയ നിയമഗ്രന്ഥങ്ങളിലും യേശുവിൻ്റെ കാലത്തെ യഹൂദ പഠനങ്ങളിലും അധ്യാപകർ ദൈവത്തോട് മനുഷ്യൻ്റെ പ്രധാന കടമയെ സംഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമായിരുന്നു. ഉദാഹരണത്തിന് പ്രവാചകനായ മീഖ പറഞ്ഞു, മനുഷ്യ, നല്ലത് എന്താണെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുക, കരുണ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കൽ താഴ്മയോടെ നടക്കുക എന്നല്ലാതെ എന്താണ് യഹോവ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? 6-ാം അധ്യായം 8-ാം വാക്യം. ദൈവം ഹബക്കൂക്ക് പ്രവാചകനോട് പറഞ്ഞു, നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് 2:4. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് 20 വർഷം മുമ്പ് പഠിപ്പിച്ച റബ്ബി ഹില്ലേൽ അത് ഇങ്ങനെ സംഗ്രഹിച്ചു: നിന്നോട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് നിങ്ങളുടെ അയൽക്കാരനോട് ചെയ്യരുത്. ഇത് സുവർണ നിയമം. യേശുവിനെ പോലെ പോസിറ്റീവ് പദങ്ങളല്ല, ഒരു അരുതിൻ്റെ നിയമമാണ് ഇവിടെ പറയുന്നത്. ഹില്ലേൽ കൂട്ടിച്ചേർത്തു, ഇതാണ് നിയമത്തിൻ്റെ സത്ത, മറ്റെല്ലാം അതിൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. മനുഷ്യൻ്റെ മുഴുവൻ കടമയും സംഗ്രഹിക്കാനുള്ള ശ്രമങ്ങളിൽ ചിലത് മാത്രമാണിത്. എന്നാൽ യേശുനാഥൻ അവനോട് മറുപടി പറഞ്ഞു, എല്ലാ കൽപ്പനകളിലും സുപ്രധാനമായത് ഇതാണ്: ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തേത്. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ മനുഷ്യൻ്റെ കടമയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗ്രഹമായ ആവർത്തന പുസ്തകം 6-ൽ കാണുന്ന ഷെമായിലേക്ക് യേശു മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കുന്നു. ഈ ആമുഖത്തിന് ശേഷം കേൾക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നർത്ഥമുള്ള ഷെമ എന്ന ഹീബ്രു പദത്തിൽ ആരംഭിക്കുന്ന ദൈവീക നിയമത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. ഇസ്രായേലിനോട് കൽപ്പിക്കപ്പെട്ടത് ഇപ്രകാരമാണ്: ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ യഹോവ ഏകൻ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ക്ഷമ പ്രാർത്ഥന 4-5. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടപ്പോൾ യേശു ഈ ഭാഗം ഉദ്ധരിക്കാൻ തിരഞ്ഞെടുത്തത് വളരെ പ്രധാനമാണ്. ക്ഷമ ഉച്ചരിക്കുകയും യഹൂദർ തങ്ങളുടെ വാത്സല്യം ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ അവരുടെ വാത്സല്യത്തിൻ്റെ ലക്ഷ്യം ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു പ്രപഞ്ച ശക്തിയായിരുന്നില്ല, പേരറിയാത്ത അജ്ഞാതമായ ഒരു ഉയർന്ന ശക്തിയായിരുന്നില്ല. അത് ദൈവത്തിൻ്റെ വ്യക്തിത്വം വ്യക്തമായും പ്രസ്താവിച്ചു. നമ്മുടെ ദൈവമായ യഹോവ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, മോശയുടെ ദൈവം, ഈജിപ്തിലെ അവരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച ദൈവം. ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആകരുത് ദൈവത്തെ സ്നേഹിക്കേണ്ടത്, മറിച്ച് അവൻ തന്നിൽ തന്നെ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നാം ആ ദൈവത്തെ സ്നേഹിക്കണം. കർത്താവ് നമ്മോട് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം മറ്റൊരു വാത്സല്യത്തിനും അതീതമായ ഒരു വാത്സല്യമാണ്. അത് ദൈവത്തോടുള്ള അചഞ്ചലമായ കലർപ്പില്ലാത്ത സ്നേഹമാണ്. അതാണ് സർവ്വതിലും പ്രഥമമായ കൽപ്പന. രണ്ടാമതായി, ദൈവത്തെ നമ്മുടെ മുഴുവൻ ആത്മാവോടുകൂടെ സ്നേഹിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ആത്മാവിൽ ജ്വലിക്കുന്ന അഗ്നിയാണ്, അഥവാ ആകണം. മൂന്നാമതായി,
സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ ക്ഷമ നമ്മോട് പറയുന്നു. ദൈവത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട വാത്സല്യം ദുർബലവും ബലഹീനവുമായ ഒന്നായിരിക്കരുത്. അത് നമുക്ക് സംഭരിക്കുവാൻ കഴിയുന്ന എല്ലാ ശക്തികളെയും നാം വിളിക്കണം, അഥവാ എല്ലാ ശക്തിയോടും കൂടെ ആകണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് 3 മാനദണ്ഡങ്ങൾ ഹൃദയം, ആത്മാവ്, ശക്തി എന്നിവയാണ്. ക്ഷമ പട്ടികപ്പെടുത്തുന്നു എന്നത് രസകരമാണ്. എന്നിരുന്നാലും യേശു 4 പട്ടിക ഉൾപ്പെടുത്തുന്നുണ്ട്: ഹൃദയം, ആത്മാവ്, മനസ്സ്, ശക്തി. മനസ്സ് എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് നിന്റെ സമ്പൂർണമായ ശക്തിയും താല്പര്യവും എന്നു തന്നെയാണ്. 2ാമത്തെ പ്രധാനപ്പെട്ട കൽപ്പന നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിലും വലിയ മറ്റൊരു കൽപ്പനയില്ല എന്ന് കർത്താവ് പറയുന്നു. യേശു ഇവിടെ ഇതിനായി ഉപയോഗിക്കുന്ന പുസ്തകം ലേവ്യരുടേതാണ്. 9-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തോട് പുലർത്തേണ്ട ഏറ്റവും സർവസമ്പൂർണമായ സ്നേഹത്തിന് ശേഷം കർത്താവ് പറയുന്ന ഈ സഹോദര സ്നേഹത്തിൻ്റെ പൂർണ്ണത വളരെ പ്രധാനപ്പെട്ടതാണെന്ന് യേശു കണ്ടു. തീർച്ചയായും മത്തായിയുടെ സുവിശേഷത്തിലെ സമാന്തര ഭാഗത്തിൽ യേശു പറഞ്ഞതുപോലെ ഈ 2 കൽപ്പനകൾ എല്ലാ നിയമത്തെയും പ്രവാചകന്മാരെയും സംഗ്രഹിക്കുന്നു എന്നാണ്. ക്രിസ്തു പറയാതെ പറഞ്ഞത്, നീ 1ാമത്തെ ഈ സുപ്രധാനമായ കൽപ്പന പാലിക്കുന്നുവെങ്കിൽ അത് ഫലവത്തായി മാറുന്നത് ഈ 2ാമത്തെ സുപ്രധാനമായ കൽപ്പന നീ ജീവിക്കുമ്പോഴാണ്. ദൈവത്തോടുള്ള സമ്പൂർണ്ണ സ്നേഹം നീ ദൈവത്തോട് പുലർത്തുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോടുള്ള നിനക്ക് തുല്യമായ സ്നേഹം ജീവിക്കാതിരിക്കുക സാധ്യമല്ല. പ്രിയരെ, ഈ സുപ്രധാനമായ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാനവും ജീവനുമായി തീരട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.